ദേവ് പാർവനിയും കൊണ്ട് അവരുടെ ബീച്ച് ഹൗസിലേക്കാണ് വന്നത്. ഇനി മുതൽ ഇതാണ് നമ്മുടെ സ്വർഗം. ഇഷ്ടായോ പാറുട്ടന്? കണ്ണുകൾ വിടർത്തി ചുറ്റും നോക്കുന്നവളെ പിന്നിൽ നിന്നും പുണർന്നുകൊണ്ട് അവൻ ചോദിച്ചതും പാറു ചിരിയോടെ അവനെ നോക്കി. പാ! ജഗന്റെ കയ്യിലിരിക്കുന്ന തുമ്പിയുടെ ശബ്ദം കേട്ടതും ഇരുവരും തിരിഞ്ഞു നോക്കി. നിന്റെ മകള് തന്നാടാ, ഒട്ടും കുശുമ്പില്ല ഈ പൊടിക്കുപ്പിക്ക്. ജഗൻ പറഞ്ഞതും ദേവ് ചിരിയോടെ തുമ്പി എടുത്തു. കുഞ്ഞിപ്പെണ്ണ് അവൻ്റെ മുഖം മുഴുവനും കുഞ്ഞു വിരലുകൾ കൊണ്ട് പരതി അവളുടെ ഭാഷയിൽ വാ നിറയെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എടാ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ജഗൻ ധൃതിയിൽ അകത്തേക്ക് കയറി. കുറച്ചു കഴിഞ്ഞതും ചെറിയൊരു വിളക്കുമായി ജഗൻ ഇറങ്ങി വന്നു. ഐശ്വര്യമായിട്ട് വലതുകാൽ വെച്ച് കയറിക്കോ പാറുവേ, ജഗൻ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞതും പാറുവും ചിരിയോടെ അവൻ്റെ കയ്യിൽ നിന്നും വിളക്ക് വാങ്ങി ദേവിനെ നോക്കി. അവൻ കണ്ണ് ചെമ്മി കാണിച്ചതും അവൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച ശേഷം അകത്തേക്ക് കയറി. മഹായുടെ ഫോണിലേക്ക് നിർത്താതെ വിളിച്ചുകൊണ്ടിരുന്ന നീരജയെ രാഗിണി കണ്ണ് ചിമ്മാതെ നോക്കി. സ്റ്റേഷനിൽ നിന്നും വന്നിട്ട് കുറച്ചേറെ നിമിഷങ്ങളായി. അവൾ എന്തൊക്കെയോ ചോദിച്ചു. ഒന്നിനും തൻ്റെ കയ്യിൽ മറുപടിയില്ലായിരുന്നു. താൻ വെറും പൊട്ടക്കിണറ്റിലെ തവളയാണെന്ന് അവർക്ക് മനസ്സിലായി കാണും. ഭർത്താവും മകളും എന്നതിൽ കവിഞ്ഞ് തനിക്ക് മറ്റൊരു ലോകമില്ല. അദ്ദേഹം ചെയ്യുന്ന ചില പ്രവൃത്തികൾ നേരായ വഴിയിലൂടെയല്ല എന്നറിയാമായിരുന്നു. പക്ഷേ തനിക്കിവിടെ ഒരു കാര്യത്തിലും അഭിപ്രായം പറയാൻ അവകാശമില്ല. ഛേ, ഇവരെന്താ കോൾ എടുക്കാത്തത്? ദേഷ്യത്തോടെ ഫോൺ അമർത്തി പിടിച്ചുകൊണ്ട് നീരജ പറഞ്ഞതും രാഗിണി അവളെ വെറുപ്പോടെ നോക്കി. എങ്ങനെ തോന്നുന്നു നിനക്ക്? നിനക്ക് വേണ്ടി ജീവിച്ചു. നീ മാത്രമാണ് ലോകമെന്ന് കരുതുന്ന മനുഷ്യനാണ് അവിടെയുള്ളത്. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കേണ്ടതിന് പകരം നീ എന്താണ് ചെയ്യുന്നത്? രാഗിണി അവൾക്ക് നേരെ പൊട്ടിത്തെറിച്ചു. ഞാൻ എന്തിനത് ചെയ്യണം? എൻ്റെ ദേവിനെ കൊല്ലാൻ നോക്കിയ അയാളെ ഞാൻ വെറുതെ വിടില്ല. അയാൾ കാരണമാണ് എൻ്റെ ദേവ് എന്നിൽ നിന്നും അകന്നത്. അന്ന് ആ ആക്സിഡന്റ് ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ അവന് ഓർമ്മകൾ നഷ്ടപ്പെടുമായിരുന്നോ? അങ്ങനെയൊന്ന് സംഭവിച്ചത് കൊണ്ടല്ലേ ആ പാർവതി എൻ്റെ ദേവിനെ എന്നിൽ നിന്ന് തട്ടിയെടുത്തത്. ഇതിനെല്ലാം കാരണം നിങ്ങളുടെ ഭർത്താവ് ഒരാളാണ്. നീരജയും അവർ പറഞ്ഞത് പിടിക്കാതെ അവർക്ക് നേരെ അലറി. രാഗിണി പുച്ഛത്തോടെ ചിരിച്ചു. നിനക്ക് അവനോടൊരു തരം വാശിയാണുള്ളത്. ഇനി നീ എന്തൊക്കെ ചെയ്താലും അവനെ നിനക്ക് കിട്ടില്ല. അവനിപ്പോൾ ഒരുവനുടെ ഭർത്താവാണ്. ഇതിനെല്ലാം ഉപരി അവനൊരു അച്ഛനാണ്. ഒരിക്കലും അവരെ ഉപേക്ഷിച്ച് നിന്നെ അവൻ സ്വീകരിക്കില്ല. രാഗിണി പറഞ്ഞു നിർത്തിയതും നീരജ ദേഷ്യത്തിൽ അവരെ പിന്നിലേക്ക് തള്ളിയിരുന്നു. പ്രതീക്ഷിക്കാതെയുള്ള വീഴ്ചയിൽ അവരുടെ തല ശക്തിയായി എവിടെയോ ഇടിച്ചു. നീരജ അപ്പോഴും അവരെ പകയോടെ നോക്കി നിൽക്കുകയായിരുന്നു. രാത്രി ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ദൂരെ കാണുന്ന കടലിലേക്ക് അവൾ ഇമചിമ്മാതെ നോക്കി. തുമ്പി നല്ല ഉറക്കമാണ്. ദേവിൻ്റെയും ജഗൻ്റെയും ഒപ്പം നല്ല കളിയിലായിരുന്നു കുഞ്ഞിപ്പെണ്ണ്. അതിൻ്റെ ക്ഷീണത്തിൽ വേഗം ഉറങ്ങി. ദേവും ജഗനും താഴെ അവരുടെ ഓഫീസ് റൂമിലുണ്ട്. കൺസ്ട്രക്ഷൻ ഫീൽഡാണ് ഇരുവരുടെയും ബിസിനസ് എന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് ജഗൻ പറഞ്ഞത് അവൾ ഓർത്തു. നാളെ കൂടി കഴിഞ്ഞാൽ ഓഫീസിൽ പോയി തുടങ്ങണമെന്ന് അവർ പറഞ്ഞിരുന്നു. ഒപ്പം തൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും വേണം. PG കംപ്ലീറ്റ് ചെയ്യുന്നോ അതോ മറ്റേതെങ്കിലും കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു ഇരുവരും. എന്താണെങ്കിലും നല്ലോണം ആലോചിച്ച് തീരുമാനമെടുക്കാനാണ് ഇരുവരും പറഞ്ഞിരിക്കുന്നത്. പാച്ചിയമ്മയെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന ശേഷം വിളിച്ചു ഒത്തിരി സംസാരിച്ചു. അമ്മയ്ക്കും സങ്കടമുണ്ടെന്ന സംസാരത്തിൽ നിന്ന് മനസ്സിലായി. ജഗനുമായി സംസാരിച്ച ശേഷം മുറിയിലേക്ക് വരുമ്പോൾ കാണുന്നത് ഉറങ്ങുന്ന തൻ്റെ കുഞ്ഞിപ്പെണ്ണിനെയാണ്. ആ ഉണ്ടക്കവളിൽ ചുംബിച്ച ശേഷം അവൻ്റെ കണ്ണുകൾ റൂം മുഴുവൻ പരതി. ഒടുവിൽ ബാൽക്കണിയുടെ ഭാഗത്ത് നോട്ടം ചെന്നതും അവൻ അങ്ങോട്ട് നടന്നു. ബേബി, അവളെ പിന്നിൽ നിന്നും ഇറുകെ പുണർന്ന് അവിടെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് വിളിച്ചതും പാറു അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു. ആർ യു ഹാപ്പി? ഒത്തിരി. കം. അവൻ അവളുമായി ആ ഫ്ലോറിലേക്കിരുന്നു. ഇരുവരും ഒന്നും സംസാരിച്ചതില്ല. അവൻ്റെ നെഞ്ചിൽ കവിൾ ചേർത്ത് ഒത്തിരി നേരം ഇരുന്നു. ബേബി, ഐ ലവ് യു. അതിന് മറുപടിയായി അവൻ്റെ നെഞ്ചിൽ അമർത്തി ചുംബിക്കുകയാണ് ചെയ്തത്. പാറുടാ. അതിനും ചുംബനമായിരുന്നു മറുപടി. പാറു ചെറുതായി മൂളി തുടങ്ങി. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ മനസ്സറിയും പോലെ അവൾ പാടി നിർത്തിയതും അവൻ്റെ ചുണ്ടുകൾ ആവേശത്തോടെ അതിൻ്റെ ഇണയെ പുലുകിയിരുന്നു. ബേബി. പാറുവിനെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ടവൻ വശ്യമായ സ്വരത്തിൽ വിളിച്ചു. പാറു അവൻ്റെ മുഖത്തേക്ക് കൊതിയോടെ നോക്കി. പതിയെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പാറുട്ടാ. ആ നിറഞ്ഞ കണ്ണുകളിൽ ചുംബിച്ചുകൊണ്ട്
തൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് പുണർന്നു. കാശിയേട്ടാ. എനിക്ക് എന്തിഷ്ടാണെന്നോ, എൻ്റെ ജീവനാണ്. ഞാൻ ഒത്തിരി വേദനിപ്പിച്ചെന്നറിയാം. പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദമിടറി. പാറുട്ടാ, വേണ്ട, കഴിഞ്ഞതൊന്നും നമുക്കിടയിൽ ഇനി വേണ്ട. പാറു അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പതിയെ ആ നെറ്റിയിൽ ചുംബിച്ചു. ദേവിൻ്റെ കൈകൾ അവളിൽ ഒന്നുകൂടി മുറുകി. പിന്നീട് അവളുടെ ചുണ്ടുകൾ അവൻ്റെ കണ്ണുകളിൽ പതിഞ്ഞു. കാശിയേട്ടാ. പതിഞ്ഞ അവളുടെ സ്വരം. ബേബി. അവൻ്റെ ശബ്ദം വിറച്ചു. ശരീരത്തിന് ചൂട് പിടിക്കുന്നത് അവൻ അറിഞ്ഞു. അവളുടെ ചുണ്ടുകൾ അവൻ്റെ മൂക്കിൻ തുമ്പിലൂടെ ഇഴഞ്ഞ് അതരം ലക്ഷ്യമാക്കി നീങ്ങി. ദേവിന് പുതിയൊരു അനുഭൂതിയായിരുന്നു. ആദ്യമായാണ് അവളിൽ നിന്നും ഇങ്ങനെയൊരു നീക്കം. അവൾ കണ്ണുകൾ ഉയർത്തി അവനെ ഒന്നുകൂടി നോക്കി. പ്രണയവും കാമവും നിറഞ്ഞ കൊല്ലുന്നൊരു നോട്ടം. ഉഫ് ബേബി. പക്ഷേ അവൻ്റെ ആ വിളി പൂർത്തിയാവും മുന്നേ പാറുവിൻ്റെ അതരങ്ങൾ അതിൻ്റെ ഇണയെ പുലുകിയിരുന്നു. ദേവിൻ്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. അവൻ്റെ കീഴ്ചുണ്ടിൽ മെല്ലെ ഒന്ന് കടിച്ച ശേഷം അവ പതിയെ അവൾ നുണഞ്ഞെടുത്തതും ദേവ് ആവേശത്തോടെ അവയെ അപ്പാടെ വിഴുങ്ങി. പാറു ഒരു മൂളലോടെ അവനെ ഇറുക്കെ പുണർന്നു. ആ പനിനീർ ദളങ്ങളിലെ മൃദുലത അവനിലെ ആവേശത്തെ ആളിക്കത്തിച്ചു. ഒറ്റ കുതിപ്പിന് അവളെ തൻ്റെ കീഴിലാക്കിക്കൊണ്ട് അവളെ അവൻ ചുംബിച്ചുണർത്തി. കീഴ്ചുണ്ടും മേൽചുണ്ടും മാറി മാറി നുണഞ്ഞു. നിമിഷങ്ങളോളം ഇരുവരുടെയും ചുണ്ടും നാവും പരസ്പരം താലോലിച്ചു. കാശിയുടെ കൈകൾ അവളിലൂടെ എന്തൊക്കെയോ തേടിക്കൊണ്ട് അലഞ്ഞു നടന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവളിൽ നിന്നും ഒരു കിതപ്പോടെ അവൻ അകന്നു മാറി. ബെഡിലായി മുട്ടുകുത്തി നിന്നുകൊണ്ട് അവൻ അവളെയും എഴുന്നേൽപ്പിച്ചിരുത്തി. അവളുടെ ചുമന്നു തുടുത്ത മുഖത്തേക്ക് കൊതിയോടെ നോക്കിക്കൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തി. പ്രിൻസസ്, ഇപ്പം എഴുന്നേൽക്കില്ലല്ലോ? അവൻ കിതപ്പോടെ അവളോടായി തിരക്കിയതും പാറു ചിരിയോടെ ഇല്ല എന്ന് തലയാട്ടി. പിന്നൊരു നിമിഷം വൈകാതെ അവൻ തൻ്റെ ഷർട്ട് തലവഴി ഊരി എറിഞ്ഞു. ഒപ്പം അവളുടെയും. നിമിഷം നേരം കൊണ്ട് ഇരുവരും നഗ്നരായി. പാറുവിൻ്റെ കണ്ണുകൾ പിടഞ്ഞു. അവൻ്റെ കണ്ണിലെ ഭാവം അവളെ തളർത്തി. പതിയെ അവളെ ചായ്ച്ചു കിടത്തിക്കൊണ്ട് അവൻ അവളിലേക്ക് അമർന്നു. പാറുട്ടാ. അവളുടെ കഴുത്തിലൂടെ ചുണ്ടും നാവും ഇഴച്ചുകൊണ്ട് അവൻ വശ്യമായി വിളിച്ചു. പാർവതി ഒരു ശീൽക്കാരത്തോടെ മൂളി. ദേവ് അത്രയും പ്രണയത്തോടെ അവൾ നിറഞ്ഞാടി. ദേവിൻ്റെ പേര് വിളിച്ച് അവൾ പുലമ്പി. അവളുടെ മാറിലെ പുതുരുചികൾ അവൻ കുളിരുകോരി. ചുണ്ടും നാവും കയ്യുമൊക്കെ അവയെ ആവോളം താലോലിച്ചു. കാശിയേട്ട എന്ന അവളുടെ വിളി അവൻ്റെ ആവേശത്തെ 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ഇരുവരുടെയും നിശ്വാസം കനത്തു. നിമിഷങ്ങൾ കടന്നു പോകവേ അവളിൽ അവൻ്റെ ചുണ്ടുകൾ പതിയാൻ ഒരിടം പോലും ബാക്കിയില്ലാതെയായി. ചുണ്ടുകൾ ഉപയോഗിച്ച് അവളുടെ സ്ത്രീയെ അവൻ തൃപ്തിപ്പെടുത്തുമ്പോൾ അവളിൽ നിന്നും ഉയരുന്ന ശീൽക്കാരത്തെ തടയാൻ അവളുടെ കൈകൾ വായിലമർന്നു. നാഗങ്ങളെപ്പോലെ ഇരുവരുടെയും ശരീരം ചുറ്റിപ്പിടഞ്ഞു. ആദ്യം ചാറ്റൽ മഴയും പിന്നീട് ഒരു പേമാരിയായും അവൻ അവളിൽ നിറഞ്ഞാടി. അവളിലേക്ക് അവൻ്റെ പ്രണയം മുഴുവനും ഒഴുക്കി. തളർച്ചയോടെ ദേവിൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടക്കുകയാണ് പാറു. ബേബി, അറിയോ ഓക്കെ? അവൻ്റെ നെഞ്ചിൽ ചുംബിച്ചുകൊണ്ട് അവളൊന്ന് മൂളി. മേ. തൊട്ടിലിൽ നിന്നും ചിണുങ്ങലോടെയുള്ള സ്വരം. പാറു പെട്ടെന്ന് എഴുന്നേറ്റു. ഞാൻ നോക്കാം പാറുട്ടാ, ചെന്ന് ഫ്രഷായിട്ട് വാ. അവൻ പറഞ്ഞപ്പോഴാണ് അവളും അതോർക്കുന്നത്. ഫ്രഷായി വരുമ്പോൾ തുമ്പിയെ എടുത്തുകൊണ്ട് റൂമിലൂടെ നടക്കുന്നുണ്ട്. പാറുവിനെ കണ്ടതും തുമ്പി വേഗം അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് മാറിൽ മുഖമിട്ടുരയ്ക്കാൻ തുടങ്ങി. അമ്മയുടെ പൊന്നേ. അവളുടെ ചുണ്ടിലൊന്ന് മുത്തിക്കൊണ്ട് ബെഡിലിരുന്ന് അവൾക്ക് പാല് കൊടുക്കാൻ തുടങ്ങി. എന്തൊക്കെയോ മൂളി ഒരു കൈ പാറുവിൻ്റെ മുഖത്ത് ഇഴച്ചുകൊണ്ടാണ് അവൾ പാല് കുടിക്കുന്നത്. ദേവ് പാറുവിൻ്റെ പിന്നിൽ വന്നിരുന്നു കൊണ്ട് അവളെ തന്നിലേക്ക് ചായച്ചിരുത്തി. പാല് കുടിച്ച് വയർ നിറഞ്ഞതും തുമ്പി ഉഷാറായി. പിന്നെ ദേവിൻ്റെ കയ്യിലേക്ക് പോകാനായി ബഹളം. പ്രിൻസസ്. അവളുടെ ഉണ്ടക്കവളിൽ ചുംബിച്ചതും തുമ്പി അവനെ കുഞ്ഞിരിപ്പല്ലുകൾ കാട്ടി ചിരിച്ചു. പിന്നീട് അങ്ങോട്ട് അവരുടെ കളിച്ചിരികൾ ആ മുറിയിൽ നിറഞ്ഞു. രാവിലെ തന്നെ ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ടതും ജഗൻ ഈർഷ്യയോടെ കണ്ണു തുറന്നാണ് അത് അറ്റൻഡ് ചെയ്തത്. എന്നാൽ അവിടെ നിന്നും കേൾക്കുന്ന വാർത്തയിൽ അവൻ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. ജസ്റ്റ് ഒന്ന് ഫ്രഷായ ശേഷം ധൃതിയിൽ അവൻ ദേവിൻ്റെ റൂമിലേക്ക് നടന്നു. പിന്നീട് എന്തോ ചിന്തിച്ച ശേഷം അവൻ ദേവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ആദ്യം ഫുൾ റിംഗ് ചെയ്ത് കട്ടായെങ്കിലും രണ്ടാമത്തെ വിളിയിൽ അവൻ ഫോൺ എടുത്തു. ഹലോ ദേവാ, ഞാൻ റൂമിന് പുറത്തുണ്ട്, നീ വേഗം വാ. ഉറക്കം വിട്ടുമാറാതെയുള്ള ദേവിൻ്റെ ശബ്ദം കേട്ടതും ജഗൻ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു. വാട്ട് ഹാപ്പൻ? കുറച്ച് സമയത്തിന് ശേഷം ജഗൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ദേവ് ഗൗരവത്തിൽ തിരക്കി. നീരജയുടെ അമ്മ മരിച്ചു. വാട്ട്? ആൻഡ് ഇറ്റ്സ് എ മർഡർ.
നീരജ പോലീസ് കസ്റ്റഡിയിലാണ്. അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. പാറുവിനോട് തൽക്കാലം ഒന്നും പറയണ്ട, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അവർ സംസാരിക്കുമ്പോൾ തന്നെയാണ് സത്യയുടെ കോൾ ദേവിന് വരുന്നത്. അപ്പാ അറിഞ്ഞു, ഞാൻ വരാം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു.